വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയാണെങ്കിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രോഹിത് ആണെങ്കിൽ മദ്യവും ഗ്ലാസ്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അറിഞ്ഞില്ലേ, വിശേഷങ്ങൾ അറിഞ്ഞില്ലേ, നമ്മളാണെങ്കിൽ ചെറിയൊരു മദ്യ കച്ചവടം തുടങ്ങിയപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കൂടി എന്തൊക്കെയായിരുന്നു വഴിവിട്ട പണം ഉണ്ടാക്കുന്നു എന്നൊട്ടൊക്കെ. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ വിഷ്ണുവേട്ടനാണെങ്കിലോ സ്പിരിറ്റ് തന്നെ കച്ചവടം നടത്തിയിരിക്കുന്നു. നിൻ്റെ പിന്നെ ടി വി ചാനലിലും എല്ലാത്തിലുമൊക്കെ ഇങ്ങനെ ന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കമലൻ ആണെങ്കിൽ അറസ്റ്റിലായി, പക്ഷേ എൻ്റെ വിഷ്ണുവേട്ടനാണെങ്കിൽ പോലീസിന് എക്സൈസിനെ വെട്ടിച്ച് ഓടുന്നതൊക്കെ വിഷ്വൽസ് ടി വിയിൽ ഇങ്ങനെ അവർ പുട്ടിന് പീരയിടുന്നത് പോലെ 5 മിനിറ്റ് ഇടവിട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മതിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുകയാണ്. ശ്യാമയെ ആക്ഷേപിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഇല്ല പിന്നെ അത് വിഷ്ണുവേട്ടനെ ആരോ ചതിച്ചത് തന്നെയാണ്, വിഷ്ണുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ അവൻ മര്യാദരാമനാണ്. അല്ലെങ്കിലും അവന് പെണ്ണുങ്ങളെ സംസാരിച്ച് കീഴ്പ്പെടുത്താനും വശത്താക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട്. ഇനിയിപ്പോൾ ശാരദാമ്മയ്ക്കും മക്കൾക്ക് എന്ത് വേണം, കളക്ടറുടെ ഭർത്താവ് രാജാവായിട്ട് വാഴുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് തൊഴിച്ച് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കസേരയിൽ കട്ടിലേക്ക് ഇരിക്കുകയും ശ്യാമ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അവസാനം ശ്യാമ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നമ്മുടെ പപ്പിമോളെ ഇതിലേക്ക് വലിച്ചിഴക്കല്ല് എന്നിങ്ങനെ പറയുമ്പോൾ പത്മിനി വിഷ്ണു അങ്ങനെ പറയടി, അങ്ങനെ പറഞ്ഞാലല്ലേ മനസ്സിലാവുകയുള്ളൂ. ഞാൻ അവളെ നിൻ്റെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞത് എൻ്റെ മകളായിട്ട് ഇവിടെ സപ്രപഞ്ച കട്ടിലിട്ട് താലോലിക്കാനൊന്നും അല്ല, ദ്രോഹിക്കാൻ തന്നെയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ വിഷ്ണുവിൻ്റെ മകൾ വളരണം, എന്നിട്ട് നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ, എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം ഇപ്പോൾ വിഷ്ണുവിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്, അതിനുശേഷം നിൻ്റെ കുഞ്ഞേച്ചിയാണ് ലക്ഷ്യം. ഭർത്താവ് പിന്നെ മരിച്ച സങ്കടത്തിൽ അവളെ ഇങ്ങനെ തെരുവിലൂടെ ഇട്ട് ഓടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടിക്കും, എന്നിട്ടേ ഞാൻ എൻ്റെ പ്രതികാരം അടങ്ങത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ശ്യാമ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ രോഹിത് എല്ലാവരെയും ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുക തന്നെയാണ്. നീ എൻ്റെ ഇവിടെ ഒരു അടിമയായിട്ട് എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുക തന്നെ വേണം, അല്ലാതെ നിനക്ക് പോകാനൊന്നും സാധിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ പപ്പിയെ ഇങ്ങനെ വളർത്താനാണ് ഉദ്ദേശം, മാനസികമായിട്ട് പീഡിപ്പിക്കാനാണ്, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് നന്നാവില്ല, കൊല്ലും ഞാൻ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ ഈ രോഹിത്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. അന്നേരം ശ്യാമയും കൂടെ തള്ളിയൊക്കെ മാറ്റുന്നുണ്ട്. നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്, നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ എങ്ങോട്ട് പോകാനാണ്, അവിടെ കളക്ടറുടെ ഭർത്താവെന്ന് പിന്നെ മധ്യരാജാവായിട്ടതിൽ അവളുടെ ജോലി, എൻ്റെ കുഞ്ഞേച്ചിയുടെ ജോലി അങ്ങോട്ട് പോകും. പിന്നീടാണെങ്കിൽ പിന്നെ ശാരദാമ്മയുടെ ഉണക്ക ചായക്കട, അവിടെ പോയി എച്ചിൽ പാത്രം കഴുകാനാണെങ്കിൽ നീ അത് നീ പോയില്ല, നീ ഇവിടെ തന്നെ നിൽക്കുക, എൻ്റെ ആട്ടും തുമ്പ് സഹിച്ച് നിനക്ക് ഇവിടെ നിന്നേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ശ്യാമയെ പോകാനും ഒന്നും സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ നിന്നെ ഉപദ്രവിച്ചെന്നൊക്കെ ഇരിക്കും, പക്ഷേ അതിൽ നിനക്ക് പരാതിയും പരിഭവം ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ കവളിനൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ആ ഒരു മരണ രഹസ്യം അങ്ങനെ ആദ്യം ശ്യാമ പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ അങ്ങ് അനിയനെ പോലെ കൊണ്ട് നടന്നതല്ലേ, അന്നേരം അതിന് പിന്നിൽ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ അമ്മയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം അതൊക്കെ ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കും, എന്നിട്ട് എല്ലാവരോടും പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് ദൈവം ചോദിക്കും എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ദൈവം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ അതൊരു മറ്റൊരു ടോണിലാണെന്നേ ഉള്ളൂ. ആരാ എൻ്റെ കൊച്ചിനെ തന്തയായി നീ എന്തിന് വളർന്നു ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കും, അതല്ലേ നീയൊക്കെ എന്നോട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ശ്യാമ എതിർത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് അവിടെ ശ്യാമയെ അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത്, വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ ആക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പിന്നെ അവസാന ലക്ഷ്യം എന്നോണം ഞാൻ പോയി സത്യാമ്മയോട് സത്യങ്ങളൊക്കെ, പപ്പി എൻ്റെ മകളല്ല എന്ന് ഞാൻ പറയും, അപ്പോൾ പിന്നെ നിൻ്റെ കുഞ്ഞേച്ചിക്കും വിഷ്ണുവിനുമൊക്കെ ഒരുപാട് സത്യങ്ങൾ അവിടെ തുറന്ന് പറയേണ്ടി, ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നിൽക്കേണ്ടി വരും. ഒരുപാട് കാലം നിങ്ങൾ എന്നിൽ നിന്നും രഹസ്യം മറച്ചു വെച്ച് നടത്തില്ലേ, ഇനി ഈ രഹസ്യം ഞാനും എൻ്റെ മനസ്സിലിട്ട് നടക്കട്ടെ, എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്തിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ കട്ടിലേക്ക് അങ്ങ് പിടിച്ച് എറിഞ്ഞിട്ട് രോഹിത് അവിടെ നിന്ന് അങ്ങ് ആടി പോകുന്നുണ്ട്. അന്നേരവും ശ്യാമ അനുവിനെയും പറയുന്നുണ്ട്, പപ്പി അങ്ങ് വിട്ടേര്, അവളെ ഇതിലേക്ക് വലിച്ചിഴക്കലെന്ന് പറയുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവളെ വളർത്തി വഷളാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് സ്വബോധം ഇല്ലാതെ അങ്ങ് സംസാരിക്കുകയാണ്. പക്ഷേ രോഹിത്തിൻ്റെ ആ മനസ്സിലുള്ളത് മൊത്തം തന്നെയാണ് രോഹിത് അവിടെ പറയുന്നത്, അവർ പ്രതികാരം ചെയ്യണം എന്നുള്ള രീതിക്ക്. ഇനി ശാരദാമ്മയ്ക്കും മക്കൾക്കും എന്ത് വേണം, മധ്യരാജാവ് മരുമോന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് റൂമിൽ നിന്നും. തുടർന്ന് ശ്യാം അവിടെ നിന്നങ്ങ് കരയുകയാണ്. അന്നേരം പപ്പി റൂമിലേക്ക് വരുന്നുണ്ട്. അമ്മ എന്തിനാ അമ്മയെ കരയുന്നത്, അച്ഛൻ പിന്നെയും വഴക്കുറന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ഈ കുട്ടിയും കെട്ടിപ്പിടിച്ച കട്ടിലിരുന്നങ്ങ് കരയുകയാണ്.
തുടർന്ന് പിറ്റേന്നാണെങ്കിൽ സ്കൂളിൽ പപ്പിയാണെങ്കിൽ ഒറ്റയ്ക്ക് ആ സ്കൂളിലെ പാർക്ക് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം സത്യ ഓടി വരികയാണ്. പപ്പി ഞാൻ എവിടെയൊക്കെ നോക്കി, ഇവിടെ ഇരിക്കുകയായിരുന്നോ ചോദിക്കുമ്പോൾ പിന്നെ പപ്പിയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് എന്താ പപ്പി എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്തോ സങ്കടം ഉണ്ടല്ലോ എന്നോട് പറ എന്താ കാര്യമെന്ന് പറയുമെന്ന് പറയുമ്പോൾ വീട്ടിലെ ആകപ്പാട് അച്ഛൻ എപ്പോഴും ബഹളമാണ്, കള്ളു കുടിക്കാത്ത ഒറ്റ ദിവസം പോലും ഇല്ല, അമ്മയെ എപ്പോഴും വഴക്ക് പറയും, എന്നോട് സ്നേഹത്തോടൊന്ന് നോക്കുക പോലും ഇല്ല, മിണ്ടുക പോലും ഇല്ല, എനിക്ക് ആ വീട്ടിലേക്ക് പോകാനേ തോന്നില്ല എന്നും പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ സങ്കടം പറയുമ്പോൾ പിന്നെ സത്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന്. അന്നേരം അതെങ്ങനെ, അമ്മ എന്നെ വിളിക്കാൻ വരില്ലേ, അപ്പോൾ പിന്നെ അമ്മ എന്നെ അങ്ങോട്ടത്തേക്കല്ലേ കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ അമ്മ വരുന്നതിന് മുന്നേ നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകാം, എന്നിട്ട് ശ്യാമാൻ്റിയോട് വിളിച്ച് പറയാം, പപ്പിയെ വിളിക്കാനായിട്ട് ശ്യാമാൻ്റിയോട് അങ്ങോട്ടത്തേക്ക് വരണ്ട എന്ന് പറയാമെന്ന്. അന്നേരം ഒരുവിധം അത് പപ്പിയെ സമ്മതിക്കുകയാണ്. എങ്കിൽ അങ്ങനെ ചെയ്യാമല്ലേ, നമുക്ക് പോകാമല്ലേ എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് ഈ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം അവിടെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ ഒരു സ്ഥലത്താണെങ്കിൽ ഈ കമലിനെ ഇങ്ങനെ ആകെ അടിച്ചവശനാക്കി കമലിനെ ഈ കമന്ന് മേശപ്പുറത്ത് ഇങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ്. അന്നേരം ഒരു പോലീസുകാരനാണെങ്കിൽ ഒരു കട്ടനുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഇതാ ഒരു കട്ടനാണ് എടുത്ത് കുടിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം വേണ്ട സാറേ എന്ന് പറയുമ്പോൾ തൊണ്ട വരണ്ടിരിക്കുകയല്ലേ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കസേരയിലേക്ക് ആ പോലീസുകാരെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കമലിനോട് പറയുകയാണ്, നീ ഇതിൽ നിരപരാധിയാണെന്നും പിന്നെ നിനക്കിതിൽ പങ്കില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം, നീ പിന്നെ ഉള്ള സത്യം തുറന്നു പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്, നീ ചെറുപ്പമാണ്, വെറുതെ ആത്മാർത്ഥതയുടെ പേരിൽ കൂമ്പിന് ഇടി വാങ്ങിയിട്ട് വെറുതെ ഹോസ്പിറ്റൽ വരാതെ എന്തിനാണ് കയറി ഇറങ്ങുന്നത്, ലോറി ഓടിച്ചിരുന്ന നീ അല്ല എന്ന് വിഷ്ണു ആണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഈ ചന്ദ്രബോസിൻ്റെ സാറിൻ്റെ ടാർഗറ്റ് വിഷ്ണു ആണ്, വിഷ്ണുവിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുന്നത്, അതുകൊണ്ട് നീ രക്ഷപ്പെടാൻ നോക്ക്, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്, അയാൾ വരുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക എന്ന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് പോലീസുകാരൻ വളരെ കാര്യമായിട്ട് ഈ കമലിനോട് സംസാരിക്കുകയാണ്. പക്ഷേ കമലിനാണെങ്കിൽ എഴുന്നേറ്റ് ഇരുന്നിട്ടും തലയാണെങ്കിൽ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നെങ്കിലും ആകെ ഒരു കറങ്ങുന്ന മട്ടിൽ മുഖത്തൊക്കെ നല്ല പാടൊക്കെ ഉണ്ട് അടി കൊണ്ടതിൻ്റെ. അന്നേരം ഇത് കേട്ടുകൊണ്ട് ചന്ദ്രബോസ് ആണെങ്കിൽ കൈ അടിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം സാറെന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഈ പോലീസുകാരൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം എന്തോ നടോ ഇത്, എങ്കിൽ പിന്നെ ഒരു ബിരിയാണി കൂടെ വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നോ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് വഴക്ക് പറയുകയാണ്. അന്നേരം അല്ല സാർ തൊണ്ട വരണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയൊക്കെ ആരാവിടെ പോലീസിലെടുത്തത്, ഇവനെ പച്ചവെള്ളം കടത്തിയതിനല്ല സ്പിരിറ്റ് കടത്തിയതിനാണ് പിന്നെ പിടിച്ചു വച്ചിരിക്കുന്നത്, ഇവനോടൊന്നും ഇങ്ങനെ മര്യാദയുടെ ഭാഷയിൽ ചോദിച്ചാൽ പറയില്ല, ഇവനോട് എങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം, കണ്ടുപഠിച്ചോ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. ഇനിയുള്ള സമയത്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു വരുന്ന ചന്ദ്രബോസ് കസേരയോടുകൂടി കമലിനെ ഒരു ചവിട്ട് ചവിട്ടുകയാണ്. കമലിനാണെങ്കിൽ കസേര ഇന്നും തെറിച്ച തറയിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. തുടർന്ന് കമലിനെ നന്നായിട്ട് ചന്ദ്രബോസ് ആണെങ്കിൽ ഉപദ്രവിക്കുന്നുണ്ട്. എവിടെയാണ് നിൻ്റെ ലോറിയിൽ എങ്ങനെയാണ് സ്പിരിറ്റ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം അത് കയറ്റുമ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ, നിൻ്റെ വിഷ്ണുവാശാന് പിന്നെ നീ അറിയാതെ ഇനി ബിസിനസ് വല്ലതും ഉണ്ടായിരുന്നോ, എന്തിനാ അവൻ ഓടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആശാനോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഓടാനായിട്ട്, ആശാനെ പ്രതിയാക്കണ്ടെന്ന് കരുതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എവിടെയെന്ന് ചന്ദ്രബോസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. പിന്നെ ആ മേശപ്പുറത്തേക്ക് ഇങ്ങനെ തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നേരിടുന്നുണ്ട്. അതിനുശേഷവും നന്നായിട്ട് കമലിനങ്ങ് പിന്നെ ഉള്ളിൽ അങ്ങ് അടക്കി പിടിക്കുകയാണ് വേദന മുഴുവൻ. പക്ഷേ മുമ്പിൽ നിൽക്കുന്ന പോലീസുകാർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനേ സാധിക്കുന്നുള്ളൂ ചന്ദ്രബോസിൻ്റെ ആ ഹീനമായൊരു പ്രവൃത്തി കണ്ടിട്ട്. എന്നിട്ടും പിന്നെ ഭിത്തിയോട് ചേർത്ത് വെച്ച് ഇടിക്കുകയും ഒരുപാട് അടിക്കുകയും ആ ഒരു കട്ടം കൊണ്ടുവച്ച ഗ്ലാസ് ആണെങ്കിൽ തറയിൽ വീണ് പൊട്ടുന്നുണ്ട്. എന്നിട്ട് മേശപ്പുറത്ത് വെച്ച് ഒരുപാട് കാണാൻ പറ്റാത്ത രീതിക്ക് നന്നായിട്ട് ഈ കമലിനെ ചന്ദ്രബോസ് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് ഇവൻ ഇങ്ങോട്ട് കഴുത്തിന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇവൻ വേറൊരു പോലീസുകാരനോട്, ഇവൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയം കാണുന്നുണ്ടോ, ഈ ബുദ്ധനും മറ്റുള്ളവർക്കൊക്കെ കാണുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഇല്ല സാർ ഞാനൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്, ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തറയിലേക്ക് അങ്ങ് വലിച്ചെറിയുകയും ചവിട്ടുകയും കാലുവിട്ട് ആ ബൂട്ടിട്ട് നന്നായിട്ട് നെഞ്ചത്ത് ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കമലിനാണെങ്കിൽ വേദന ഉണ്ടെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എവിടെ ആശാൻ, എവിടെ നിൻ്റെ ആശാൻ, അവൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നിന്നിലൂടെ തന്നെയാണ് നിൻ്റെ ആശാനെ കണ്ടെത്താൻ പോകുന്നത്, നീ അത് പറയുന്നത് വരെ നിന്നെ ഇവിടെ ഇട്ട് ഞാനിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞിട്ട് കമലിനെ അടുത്തങ്ങോട്ട് എറിയുകയാണ്. അന്നേരം കമലിനെ ചെന്ന് ഇങ്ങനെ തറയിലേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് മറ്റു പോലീസുകാരോട് പറയുകയാണ് പച്ചവെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇവന് കൊടുത്തേക്കരുത്, തന്നോടും കൂടിയാണ് പറഞ്ഞേക്കുന്നത്, ഒരു പള്ളിയിലച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ നേരത്തെ കട്ടം കൊണ്ട് കൊടുത്ത പോലീസുകാരനെ ഷൗട്ട് ചെയ്യുകയാണ് ചന്ദ്രബോസ്. എന്നിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം കമലിനെ ഇങ്ങനെ നിലത്തങ്ങ് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു അനക്കം പോലും ഇല്ലാതെ കമലിന് ഇങ്ങനെ കിടക്കുന്നുണ്ട്.
അതിനുശേഷം അതിനിടയ്ക്ക് വെച്ചൊരു സീൻ കാണിക്കുന്നുണ്ട്. ഈ ശാലിനിയുടെ കളക്ട്രേറ്റിലേക്ക് മിനിസ്റ്റർ എത്തുന്നുണ്ട്. അന്നേരം അനുപല്ലവി ഓടി വന്ന് പറയുന്നുണ്ട് റവന്യൂ മിനിസ്റ്റർ ഇങ്ങോട്ടത്തേക്ക് വന്നിട്ടുണ്ട് എന്ന്. എന്തോ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടത്തേക്കോ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ തന്നെ മിനിസ്റ്റർ ശാലിനിയുടെ ക്യാബിനിലേക്ക് കയറുന്നുണ്ട്. അന്നേരം എന്തൊക്കെ കേൾക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മിനിസ്റ്റർ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം സാർ കുറേ നാളായിട്ട് ഇത് പിന്നെ ഞാനും എൻ്റെ ഭർത്താവ് വീട്ടുകാരും ഒക്കെ ശത്രുക്കളുടെ വലയത്തിന് പെട്ടിരിക്കുകയാണ്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. വിഷ്ണുവേട്ടൻ നിരപരാധിയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ തോറ്റ് നിങ്ങളെ ശത്രുക്കൾക്ക് മുന്നേറാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? ജയിക്കുന്നവർക്കേ ഇവിടെ സ്ഥാനമുള്ളൂ ശാലിനി എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, വിഷ്ണുവേട്ടനെ ഇതാരും മനഃപൂർവ്വം കുടുക്കിയതാണ്, ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാവും. എനിക്ക് ശാലിനി വിശ്വാസമാണ്. പക്ഷേ ഈ ജനം അത് വിശ്വസിക്കില്ലല്ലോ. ജനങ്ങളുടെ വിശ്വാസമാണ് നമുക്ക് വേണ്ട. അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഉത്തരം ഇല്ലാതെ ഇങ്ങനെ മിനിസ്റ്ററുടെ മുമ്പിൽ നിൽക്കുന്നു. ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്ത് സംഭവിക്കുമെന്ന്, കമലിന് ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതും ഒന്നും സംഭവിക്കില്ലായിരിക്കും. പിന്നീട് ബാക്കി വിഷ്ണുവിനെ എങ്ങനെ പുറത്ത് കൊണ്ടുവരുമെന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്